നടക്കൂ. എന്തൊരു സംശയം? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയണം. ആരുടെയും കാല് പിടിക്കാനും പുറടക്കാനൊന്നും വരുന്നില്ല. വരേണ്ടവർക്ക് വരാം. ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ ഒരുപാട് കാശുകളുള്ള പരിപാടിയാണ്. കാരണം എന്റെ കാശില്ല. ഇപ്പൊ നമ്മൾ എവിടെ പോവാ? ചെറായി ബീച്ച്. എന്തിനു പോവാ? അതിന് ഇന്ന് നമ്മളെല്ലാരും കൂടെ ചെറായി ബീച്ചിലേക്ക് പോവാണ്. ബീച്ചിൽ പോവാണോ? ആരൊക്കെ പോന്നേ? എല്ലാരും. എക്സ്ക്യൂസ് മീ, സാരഥി ആരാ ഇന്ന്? ഞാനും അപ്പം മാറി മാറി. പിന്നെ ഞാനും മണ്ണിലേ സത്യമേ സോമകന്യകേ സടകുടഞ്ഞ വില്ലാളി ചോരയുള്ള പോരാളി ഇന്ദ്രനും ചന്ദ്രനും ബന്ധുവാടു നീ ചന്ദ്രമോളെ എന്നും നീയോ എന്റെ നല്ല സുന്ദരി അന്തി വെട്ടമാറും നേരം സ്വന്തം നീയേ കണ്ണി. നമ്മുടെ ഡെസ്റ്റിനേഷൻ മാറ്റി ചെറായി അല്ല, കുഴുപ്പള്ളി ബീച്ചിലേക്കാണ് നമ്മൾ എത്തിയത്. അങ്ങനെ നമ്മുടെ രാത്രിയത്തെ ഇതേത് ബീച്ചാ? ചെറായി ബീച്ച്. ചെറായി ബീച്ചിലെ ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് നമ്മൾ കുഴുപ്പള്ളി ബീച്ചിൽ പോയി. പക്ഷെ അവിടെ രാത്രി കടത്തിവിടത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ സോറി ഏതോ ഒരു ബീച്ചിലേക്ക് വന്നു ഗൈസ്. ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. നിങ്ങൾ ബോലോ എന്തെങ്കിലും ബോലോ. എന്താ വേണ്ടി ചീനു? എന്താ കഴിക്കുന്നേ പറ. മുട്ട ബജ്ജി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെന്ത് സാധനം? മാമൻ എന്താ മാമ? ഗിരിയേട്ടൻ ഗിരിയേട്ടന്റെ സെറ്റപ്പ്. മേടിച്ചില്ലല്ലേ? നിങ്ങൾ എന്താണ് കഴിച്ചത്? ഇത് വേണോ? ഇച്ചിരി കുടിച്ചോ ഗൈസ്. ഞങ്ങളിപ്പോൾ റോട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കുക. എന്ന് കുടിച്ചു നോക്കിക്കോ. ഇപ്പൊ സമയം ഏകദേശം 1:30-2 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ബീച്ചിൽ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. എല്ലോടും ഇഷ്ടപ്പെട്ടോ ബീച്ചിൽ കളിച്ചിട്ടൊക്കെ? ഇഷ്ടപ്പെട്ടു. ആ ഇനി വരണോ? ഇനി നെക്സ്റ്റ് നമുക്ക് എവിടെ പോണം? ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങോട്ട് പോണം? അതിരപ്പള്ളി പോയാലോ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇനി ആതിരപ്പള്ളിയിലോട്ട് പോകാം.
അതായിരിക്കും നല്ലത്. ഓക്കെ ബൈ. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ നൈറ്റ് കുഴുപ്പള്ളി ബീച്ച് പിന്നെ ചെറായി ബീച്ച് അങ്ങനെയൊക്കെ ഫുൾ കറങ്ങി ഇടിച്ചിട്ട് ഇപ്പം അത് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് നമ്മൾ പോകുന്ന കൊച്ചി ഇന്നലെ പറഞ്ഞ പോലെ ആതിരപ്പള്ളിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10-15 മിനിറ്റിനകം നമ്മൾ ആതിരപ്പള്ളിയിലെത്തും. അപ്പം ഇതൊരു പ്ലാൻ ചെയ്യാത്ത ട്രിപ്പ്. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്ത കോഴിക്കോട് ബീച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ പറശ്ശിനിക്കടവ്, അങ്ങനെ ആ വഴി ഇങ്ങനെ പോവാന്നായിരുന്നു പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഞങ്ങൾ നേരെ ആതിരപ്പള്ളി പോയി. അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല, വെള്ളമൊക്കെ ഉണ്ടോന്ന് അറിയില്ല. നമ്മളവിടെ പോയിട്ട് നോക്കിയിട്ട് വരും. ഇപ്പം ഇവിടെ ആരുമില്ല, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഒക്കെ റെസ്റ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മളൊക്കെ ഫുഡ് കഴിച്ചിട്ട് വണ്ടിയിൽ വന്നിങ്ങനെ ഇരിക്കുവാണ്. നമ്മളിപ്പോ ഇവിടെ എത്തി പ്രകൃതി ഗ്രാമം എന്ന് പറയുന്ന പാർക്ക് ചെയ്തോളാം. പാർക്ക് ചെയ്യാൻ പോവും. സാരഥി മിസ്റ്റർ സനത് കേസ്. കർണാടക പോലെ ഉണ്ട് ഗൈസ്. ഇത് കുരങ്ങൻ ഇരിക്കുന്ന ഈ സാധനം ചീനുവിന്റെ ശ്രീയാന്റെ ഫ്രണ്ട്സ്. അയ്യോ കുപ്പി തട്ടിക്കൊണ്ട് പോയി. അയ്യോ ഞങ്ങളുടെ കുപ്പി തട്ടി ജ്യൂസ് കൊണ്ടുപോയി. നാം നടന്ന കാലം അതിശയജാലം പല വഴിയേറുക കനൽ തൂവും വേനൽ മധുരമാകുന്നേ ദൂരം തേടിടുന്നേ മിഴിയോരം നനയുകയോ ഇവിടെ ഫുള്ള് കുരങ്ങുകളാണ് ഗൈസ്. അല്ല ജീനു നമ്മളിപ്പോ ഒരു പുഴയിൽ വന്നിക്കുവാണ്. പുഴയാണ്. എല്ലാവരും ഇവിടെ കുളിക്കലും പരിപാടിയൊക്കെ ചെയ്തിട്ട് ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക. ഈ പുഴയുടെ പേരെന്താ? ഏഴാറ്റുമുഖം. ഇവിടെ ഞങ്ങൾ പുഴയിൽ വന്നു. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകും. പുഴകൾ കിടന്ന് നമുക്കപ്പുറത്തേക്ക് പോകാം. ഇങ്ങനെ ചാടുമെന്നറിയില്ല. ചെരുപ്പ് ആ സൈഡിലല്ല, അവിടെ വെക്കാറുന്നല്ലോ. ഞാനൊക്കെ അവിടെ ഊരിട്ട്.
നല്ല അടിപൊളി. ഞാൻ ചാടുന്നില്ല, എനിക്ക് ചാടാനാവൂല. ഐ ഡോണ്ട് ലൈക്ക് ചാടൽ. ഫുള്ള് ഞാൻ അങ്ങോട്ട് അവിടെ കാലിന്റെ കഴിഞ്ഞാലും അമ്മാ ഇങ്ങോട്ട് ചാടി. ഓക്കെ, അമ്മാ ചെരുപ്പൊക്കെ അവിടെ വെക്കും. ഇവിടെ നിന്ന് ഇല്ല ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ നോക്കിക്കേ. ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാടാ എല്ലാവരും ഒന്നുപോലായി പോയത്? ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടി മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത്. മാമ എങ്ങനെയുണ്ട് ഈ പ്ലേസ്? നൈസ് പ്ലേസ്. ഈ പ്ലേസിന്റെ പേരെന്നാ? എനിക്ക് വെള്ളത്തിൽ ചാടണമെന്നുണ്ട്, പക്ഷെ എനിക്ക് മടിയാണ്. ഇവരല്ലേ ഇവിടെ കളിക്കുന്നു. ചെരുപ്പിടാതെയാണ് ഞങ്ങൾ ഈ വെയിലത്തൂടെ നടക്കുന്നത്. കാല് പൊള്ളി 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 പൂറ്റിക്കൊണ്ടിരിക്കുക. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കാല് പൊള്ളി. ചെരുപ്പ് ഞങ്ങൾ മണ്ടത്തരം കാണിച്ചു. ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് ഒന്നും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. ലൈഫ് ഒന്നല്ലേ ഉള്ളു ശീല. ഒരു പ്രായം കഴിഞ്ഞാൽ മധുരമായിട്ടൊരു ചായ പോലും കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. ടൈം സ്പെൻഡ് ചെയ്യാം. നീ പ്ലാൻ പറയല്ലേ? കര കടൽ കായൽ ഇതെല്ലാം ഒത്തുണിക്കൊണ്ടുള്ള ഒരു കലക്കൻ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇല്ലല്ലേ? പോളി ഡീറ്റെയിൽസ് പറഞ്ഞിട്ട്. നമ്മൾ നാളെ രാവിലെ 8 മണിക്ക് ജെട്ടിയിലോട്ട് പോകുന്നു. 8 മണിക്ക് ചട്ടിയിട്ട് അവിടെ പോകുന്നു. നീ പറയല്ലേ? ബാക്കി പറയാ. അവിടെ നമ്മൾ വെറൈറ്റി ആയിട്ട് ജങ്കാറിൽ കയറി കായൽ കൂടെ ഒരു ഉല്ലാസയാത്ര. വെറൈറ്റി അടിച്ച് എങ്കാർന്ന് പോടാപ്പ അവിടുന്ന്. എടാ അവിടെ വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഫിഷിംഗ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ ബീച്ചിൽ പോകുന്നു. അവിടെ നമ്മൾ മദാമാവരായിട്ടൊരു സൺബാത്ത്, കടലിറങ്ങിയ ഒരു ബോഡി വാഷ്, കടലിറങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് വേവ് കൗണ്ടിങ് ആൻഡ് ക്ലേ മോഡലിംഗ് വിത്ത് കപ്പലണ്ടി. നേരെ ഒരു അടിപൊളി തട്ടുകടയിൽ പോകുന്നു. നല്ല തട്ട് ദോശയും ഡബിൾ ഓംലെറ്റ് അടിക്കുന്നു. ബസ് കയറി വീട്ടിൽ പോരുന്നു. ഇപ്പൊ എങ്ങനെ പ്ലാൻ ചെയ്യണം? കൊടുകൈ. താങ്ക് യു. അവിടെ നിങ്ങൾക്കൊക്കെ തലക്കോളാണ്. മൊത്തം വെള്ളത്തിൽ പിന്നല്ലാണ്ട് അല്ല ബഡ്ജറ്റിന്റെ കാര്യം പറ. ഇത്രയും കിടലായിട്ടുള്ള ഈ പാക്കേജിന് നമ്മൾ ചെലവാക്കുന്നത് വെറും 500 രൂപ. 600 രൂപ. ചന്തമോടെയെന്നും നീയോ എന്റേതല്ലേ സുന്ദരി, അന്തിവെട്ടമാറും നേരം സ്വന്തം നീയേ കൺമണി, ചടചടകൊടുപടി അറിവറി എനിക്കില്ല പതുക്കന്റെ മതി മതി പുരപടരും തിരുമധുരം. ഓക്കെ, നമ്മുടെ കുളി കഴിഞ്ഞു ഗൈസ്. പക്ഷെ ഭയങ്കരമായ നല്ല രസമാണ്. കുരങ്ങ് മരത്തേക്ക് അവിടെ
തന്നെ നിന്ന സ്റ്റാച്യു പോലെ. ഞങ്ങൾ പോവുക. നമ്മളിപ്പോ ആതിരപ്പള്ളിയിലോട്ട് റീച്ച് ആവാറായി. പക്ഷേ ഫുള്ള് ബ്ലോക്കാണ്. നമുക്ക് ബ്ലോക്ക് ഇല്ല, ആ സൈഡിൽ നിന്ന് വരുന്നവർക്കെല്ലാം ബ്ലോക്കാണ്. ഈ സ്ഥലം കാണുമ്പോൾ നമുക്ക് മൂന്നാറൊക്കെ പോലെ ഫീൽ ആവുന്നു. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്ന് നമ്മ നടന്നു പോകണമെന്ന് തോന്നുന്നു. കണ്ണിനകൾ ചിമ്മി ചിമ്മി സീത നോക്കി മെല്ലെ മാൻകുരുന്നു കളിക്കുന്ന കളിരസം കണ്ടു. ഓർത്തു ഓർത്തു മനസ്സിൽ തീർത്തിടാത്ത മോഹം. മാൻകളിയിൽ മയങ്ങിയ സീതയ്ക്കുള്ളിൽ ദാഹം. ആടിയോടി ചാഞ്ചാടുന്ന മാനേ എന്നിൽ ഓടി ഓടി അരികെ പൂമാനേ. അതെ, ഇങ്ങനെ താറാവ് നടക്കണ പോലെ നടന്നിട്ട് കാര്യമില്ല. 2 കിലോമീറ്ററോളം നടക്കാനുള്ളതാ. 2 കിലോമീറ്ററോ? ഇയാളല്ലേ പറഞ്ഞ ബോട്ട് ഇറങ്ങി 2 വളവ് കഴിഞ്ഞ അവിടെ എത്തുന്നു? അതെ, ഓരോ കിലോമീറ്റർ കഴിയുമ്പോ ഓരോ വളവുണ്ട്. നമ്മള് പാർക്കിംഗ് സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മള് വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇപ്പം നടക്കുക. നമുക്ക് ഏകദേശം എത്ര നടക്കാനുണ്ട്? 5 കിലോമീറ്റർ നടക്കാനുണ്ട്. സോറി, 5 കിലോമീറ്റർ അല്ല, 500 മീറ്റർ. ഞങ്ങളെല്ലാവരും ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ട്രിപ്പ്? എന്താ ഇഷ്ടപ്പെട്ട? വെള്ളത്തിൽ കളിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇപ്പൊ നമ്മള് അടുത്ത വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. പക്ഷേ അവിടെ ഇറങ്ങുന്നില്ല അല്ലേ? നമ്മള് ഇറങ്ങാൻ വയ്യ. ഇപ്പൊ തന്നെ ഞങ്ങള് മടുത്ത് വണ്ടി ഞങ്ങൾ അങ്ങ് ഇവിടെ ഒന്നും സ്ഥലമില്ല പാർക്ക് ചെയ്യാനായിട്ട്. ഞങ്ങൾ അത്രയും ദൂരെ വണ്ടി നിർത്തിയിട്ട് നടന്നു വന്നേ അല്ലേ കുട്ട? ഞാൻ പറഞ്ഞല്ലേ കാറി വരാന്ന്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയൊന്നും കണ്ടോണ്ട് ഇറങ്ങണ്ടെന്ന്. നമുക്ക് ബസ്സിലെ ട്രെയിനിലോ എല്ലാം പോടാ തിരിച്ച്. എനിക്ക് വയ്യടാ ഇനി ബൈക്കില്. ചന്ത ഉണ്ടെന്ന് ഇപ്പൊ അറിയാൻ പറ്റുന്നില്ല എനിക്ക്. കാര്യം എടുത്തിട്ട് നിനക്കെന്നെ ഉപദേശിച്ച് മാറ്റായിരുന്നല്ലോ. നീ തിരിച്ചെങ്ങനെയാടാ? അപ്പോഴേ ഉമ്മച്ചി പറഞ്ഞു. ഞങ്ങൾ ഈ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങോട്ടുള്ളതാ? അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഞങ്ങള് ഈ കയറ്റം കയറി മടുത്ത് ക്ഷീണിച്ച് ഇവിടെ ഇരിക്കും. എങ്ങനെയുണ്ട് കുട്ടാ? മടുത്തോ? ചന്തമോടെ എന്നും നീയോ എന്റേതല്ലേ സുന്ദരി. അന്തി വ്യക്തമാറും നേരം സ്വന്തം നീയേ കൺമണി. ഇവിടെ നോക്കൂ. ഞങ്ങൾ നടന്ന് 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 മടുത്തുപോയി. അയ്യോ അയ്യോ അയ്യോ. ആതിരപ്പള്ളി. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും. ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ആയിട്ട്. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. നമ്മുടെ ചെറുപ്പം
അതിന്റെ ഓരോ അണുവും നമ്മൾ ആഘോഷിക്കും. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയൂ രാധു അമ്മേ. വളരെ ഞങ്ങൾ മടുത്തു പോയി. പിന്നെ അടുത്ത കാലം മുട്ട് മടക്കി കയറാൻ മേല. നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയും സഞ്ജയ് കേസ്. മാമ മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. കേട്ടറിഞ്ഞു വിശ്വസിക്കാൻ സാധ്യമല്ലെന്നോതി നീ. ഒട്ടറിഞ്ഞു വിശ്വസിച്ചു സത്യവാദിയായി ശങ്കര ശിവ 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 ശങ്കര ഹരിത സമനദായക ശങ്കര ശിവ ശിവ ശിവ